ദ ലോർഡ്. കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലൂടെ കടന്നുപോകാം. ഓഗസ്റ്റ് മാസത്തിലെ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. ലയോ പാപ്പ ഓഗസ്റ്റ് 6 അസിസിയിലേക്ക്. നൈജീരിയയിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണം, ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ. KCBC സമ്മേളനത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. നഗരങ്ങളുടെ സുവിശേഷവൽക്കരണത്തിനുള്ള ആഹ്വാനവുമായി ലയോ പാപ്പായുടെ ഓഗസ്റ്റ് മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം. ലോക ജനസംഖ്യയുടെ 45% നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ആളുകൾ നഗരജീവിതത്തിന്റെ തിരക്കിൽ ഒറ്റപ്പെട്ടവരും ഏകാകികളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പോംവഴി എന്ന നിലയിലാണ് നഗരങ്ങളിലെ സുവിശേഷവൽക്കരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പാപ്പയുടെ ആഹ്വാനം. നിസ്സംഗത വാഴുകയും സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഇന്നത്തെ പൊതുസമൂഹത്തിൽ സാഹോദര്യം വിതയ്ക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന മനോഭാവം പ്രോത്സാഹിപ്പിക്കാനുമുള്ള മാർഗമെന്ന നിലയിലാണ് നഗരങ്ങളിലെ സുവിശേഷവൽക്കരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിഷയം പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗിൽ പങ്കെടുക്കാനായി മാർപ്പാപ്പ ഓഗസ്റ്റ് 6 അസിസിയിലേക്ക്. ഫ്രാൻസിസ് അസിസിയുടെ 800ാം ചരമവാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം സാന്താ മരിയ ദെല്ലി ആഞ്ചലി ബസിലിക്കയിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും യുവജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. ക്രൈസ്തവർക്കും വൈദികർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന നൈജീരിയയിൽ കഴിഞ്ഞയാഴ്ച വീണ്ടും ഒരു കത്തോലിക്ക പുരോഹിതൻ കൊല്ലപ്പെട്ടു. ഫാദർ സാമുവൽ ഒപൈമിയാണ് കൊല്ലപ്പെട്ടത്. വെട്ടേറ്റ നിലയിലാണ് വൈദികന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 200-ലധികം വൈദികരെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. 2019 ഈസ്റ്റർ ദിനത്തിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും 3 ഹോട്ടലുകളിലും മറ്റുമായി തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പുജിത് ജയസുന്ദരെ, പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഹേമാസിരി ഫെർണാണ്ടോ എന്നിവർക്കാണ് ഹൈക്കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഡ്യൂട്ടിയിൽ ക്രിമിനൽ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. 279 പേർക്ക് ജീവൻ നഷ്ടമാകുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ഭീകരാക്രമണം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനത്തിന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടക്കമായി. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറിനൽ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറിലോസ് മുഖ്യപ്രഭാഷണം നടത്തി. 7-ാം തീയതി സമ്മേളനം സമാപിക്കും. അടിയന്തര പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകും. അടുത്ത ബുള്ളറ്റിൻ വെള്ളിയാഴ്ച.